സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം അല്ല, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഗോസസിലോ ടെക്സ്റ്റ് ബുക്കിന് പുറത്തുനിന്നൊക്കെയാണല്ലോ ഇപ്പോൾ എക്സാമിന് വരുന്നത് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 2 ചാർജസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് -3q and +2q are located at a,0, 4a,0 respectively. What is the electric flux due to these charges through a sphere of radius 5a with the center at origin? ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇതൊന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വരച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, വരച്ച് നോക്കണം. വളരെ സിമ്പിളാണ്, ചെറുതാക്കി വരച്ചാൽ മതി. സോ ലെറ്റ് us draw എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. നമുക്ക് ആദ്യം തന്നെ എന്ത് വരയ്ക്കാം? എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാൻ പോവാണേ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് പറയുന്നുണ്ടല്ലോ. a,0 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അതെവിടെയായിട്ട് വരും? റഫല്ലേ, അടുത്തായിട്ട് മാർക്ക്. a,0 ഇവിടെയായിട്ട് വരും. ഇതാണ് a,0. മാത്സിൽ പഠിച്ചിട്ടില്ലേ? വൈ കോർഡിനേറ്റ് 0 വരുമ്പോൾ അത് എക്സ് ആക്സിസിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണല്ലോ. a,0 എക്സ് ആക്സിസിലുള്ള ഒരു പോയിൻ്റാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അവിടെ എന്താ വെച്ചിട്ടുള്ളത്? അവിടെ എന്താണുള്ളത്? അവിടെ ഒരു -3q എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. -3q ശരിയല്ലേ? അപ്പോൾ ദർ ഇസ് എ ചാർജ് -3q. -3q എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിപ്പുണ്ട് അവിടെ. പിന്നെ 4a,0 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. 4a,0 എന്ന് പറഞ്ഞാൽ എവിടെയായിട്ട് വരും? 4a,0 അതും എക്സ് ആക്സിസ് തന്നെയാണ്. ഞാൻ സ്കെയിലൊന്നും നോക്കുന്നില്ല. 4a,0 എന്ന് പറഞ്ഞ പോയിൻ്റ് സ്വല്പം റൈറ്റ് സൈഡിലായിട്ട്, അതും എക്സ് ആക്സിസ് തന്നെയാണ്. 4a,0 അവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്. എന്താണത്? +2q. സോ എന്താണ് പറയുന്നത്? 4a,0 ഒരു +2q എന്ന് പറഞ്ഞ ചാർജ് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു ദീസ് ചാർജസ് ത്രൂ എ സ്പിയർ ഓഫ് റേഡിയസ് 5a? ഒരു സ്പിയർ ഉണ്ട്, റേഡിയസ് എത്രയാണ്? 5a. റേഡിയസ് 5a വരുന്ന ഒരു സ്പിയർ. അതെങ്ങനെയാണ് വരുന്നത്? ഞാൻ വരച്ച് കാണിച്ചു തരാം. വരച്ച നീറ്റ്നെസ് ഉണ്ടാവില്ല. റേഡിയസ് 5a വരണം അല്ലേ? റേഡിയസ് 5a വരുന്ന ഒരു സ്പിയർ ഞാൻ വരച്ച് കാണിച്ചു തരാമല്ലോ. റേഡിയസ് 5a വരണം അല്ലേ? ഓക്കെ, 5a വരുന്ന രീതിയിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ a,0 ഒരു -3q എന്ന് പറഞ്ഞൊരു ചാർജ് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. 4a,0 ഒരു +2q എന്ന് പറഞ്ഞൊരു ചാർജ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പിയർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദർ ഇസ് എ സ്പിയർ ഹാവിങ് റേഡിയസ് 5a, സെൻറ്റർ അറ്റ് ഒറിജിൻ. സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 5a എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് 5a ആയിരിക്കണമല്ലോ. അപ്പോഴല്ലേ റേഡിയസ് 5a എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്പിയറിൻ്റെ സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണ്? വാട്ട് ഈസ് ദ ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ് ഓഫ് ദ സ്പിയർ? ആ ചാർജ് കാരണം ഇതിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഫ്ലക്സ് ക്രോസിങ് ദ സ്പിയർ? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് ദ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ഈ സർഫസിൽ കൂടി കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1/ε0 ഇൻറ്റു ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സ്പിയർ. ഇത് 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സ്പിയർ. ഈ സ്പിയറിൻ്റെ ഉള്ളിൽ എത്ര ചാർജ് ഇരിപ്പുണ്ട്? -3q +2q. -3q +2q. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ -q /ε0 ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലം.
ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ. മനസ്സിലാവുന്നില്ല ചോദിക്കാം. എ പോയിന്റ് ചാർജ് പ്ലസ് 10 മില്ലി കൂളം, എ പോയിന്റ് ചാർജ് പ്ലസ് 10 മില്ലി കൂളം ഈസ് at a distance of 5 centimeter directly above the center of the square of side 10 centimeter as shown in the figure. What is the magnitude of the electric flux through the square? ഈ സ്ക്വയറിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് എന്താണ്? ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്? ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്. 10 മില്ലി കൂളാണ് ചാർജ്. ഈ ചാർജ് കാരണം ഇതിൽ കൂടി ആര് കടന്നു പോകും? ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകും. ഇറ്റ് വിൽ നോട്ട് ബി എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ആ ഫ്ലക്സ് കാണാനായിട്ട് ഒരു ഫോർമുലയുണ്ട്, ES cos θ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഫ്ലക്സ് കാണാനായിട്ട് ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്, ES cos θ. പക്ഷേ ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം. ആ സർഫസിൽ കൂടി കടന്നു പോകുന്ന എല്ലാ പോയിന്റിലും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആവണം. ഇത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇലക്ട്രിക് ഫീൽഡ് ഓരോ പോയിന്റിലും ഡിഫറെൻ്റ് ആണ്. ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇവിടെ നല്ല സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഇവിടെ നടുക്ക്. പക്ഷെ വളരെ അകലോട്ട് പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കില്ല. ഇവിടെ നല്ല സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്ന സമയത്ത് ഈ കോർണറിലോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. ഒരു സർഫസിൽ കൂടി എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ മാത്രമേ ES cos θ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇത് ഞാൻ പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ആ മെത്തേഡിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, വേറെ മെത്തേഡില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കൂടി കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ഇങ്ങനെയാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഇതിൽ കൂടി എത്ര ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗോസസ് ലോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോസസ് ലോ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസ് വേണം. ഗോസസ് ലോ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ക്ലോസ്ഡ് സർഫസ് വേണം. ഇതൊരു ക്ലോസ്ഡ് സർഫസ് അല്ല. ഞാനിത് ഉപയോഗിച്ചിട്ട് ഒരു ക്യൂബ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ എന്തിനാണ് ക്യൂബ് ഉണ്ടാക്കണേന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഈ സർഫസ് ഉപയോഗിച്ചിട്ട്, ഫേസ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്തുണ്ടാക്കാൻ പോകുന്നു? ഒരു ക്യൂബ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് സ്ക്വയർ ആണല്ലോ. ഇത് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ഒരു ക്യൂബ് ഉണ്ടാക്കാൻ പോവാണേ. ഞാനിത് റഫായിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. ഫിഗർ അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. ക്യൂബാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ക്യൂബ്. നിങ്ങൾക്ക് ഹൈറ്റ് കൂടുതലുള്ള പോലെ തോന്നും. ഇറ്റ് ഈസ് എ ക്യൂബ് ആക്ച്വലി. ക്യൂബായിട്ട് തോന്നുന്നുണ്ടല്ലോ അല്ലേ? യെസ്. സോ കൺസ്ട്രക്ട് എ ക്യൂബ്. അതിൻ്റെ ലെങ്ത്ത്, ക്യൂബ് എന്ന് പറയുമ്പോൾ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റർ, ഹൈറ്റും 10 സെൻറ്റിമീറ്റർ. അങ്ങനെ ഒരു ക്യൂബ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ല ചെയ്യാൻ. നമ്മൾ ഇത് എവിടെ ഇരിക്കണേ? ഈ ചാർജ് ഇത് എത്രയത്? 10 മില്ലി കൂളം അല്ലേ? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് വാട്ട് ഈസ് ദിസ് ചാർജ്? ദിസ് ചാർജ് ഈസ് 10 മില്ലി കൂളം. ഇതിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മുകളിലാണ്, 5 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഈ 10 മില്ലി കൂളം ഇതിൻ്റെ മിഡിലിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ്. ക്ലിയർലി ദിസ് 10 മില്ലി കൂളം ഈസ് അറ്റ് ദ എക്സാക്ട് സെൻറ്റർ ഓഫ് ദ ക്യൂബ്. ഈ ക്യൂബിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്. ഈ ഡയഗ്രാം കണ്ടാൽ അറിയാം, 5 സെൻറ്റിമീറ്റർ മുകളിലാണ് അല്ലേ? അപ്പോൾ 10 മില്ലി കൂളം ഇരിക്കുന്നത് ഈ ക്യൂബിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്. ഓക്കെ, സോ I want flux through the bottom face. ബോട്ടം ഫേസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് ആണ് എനിക്ക് അറിയേണ്ടത്. നമുക്കത് അറിയില്ല എന്താണെന്ന്. ഞാനതിന് φ1 എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ പോവാണ്. നമുക്കത് എത്രയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് പേര് കൊടുത്തു? φ1. ദ ഫ്ലക്സ് ത്രൂ ദ ബോട്ടം ഫേസ് ഡിനോട്ടഡ് ബൈ φ1. ഈ ക്യൂബിന് 6 ഫേസസ് ആണുള്ളത്. എല്ലാ ഫേസും ഐഡൻറ്റിക്കലാണ്. അതായത് ബോട്ടം സർഫസ് എത്ര ഏരിയ ഉണ്ടോ അത്രയും ഏരിയ തന്നെയാണ് ബാക്കിയുള്ള ഫേസിൻ്റെയും ഏരിയ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് എന്താണോ അത്രയും ഫ്ലക്സ് തന്നെയായിരിക്കും ബാക്കിയുള്ള ഫേസിൽ കൂടിയും കടന്നു പോകാം. അതിനുള്ള കാരണം എന്താണ്? കാരണം ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ ഉദാഹരണത്തിന് മുകളിലത്തെ ഫേസ് തന്നെ നോക്ക്, ഞാൻ റീസൺ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്ക്. ഇതെന്താണ്? ദിസ് ഈസ് ദ അപ്പർ ഫേസ്. താഴത്തെ ഫേസ് എത്രയാണോ അതിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് എത്രയാണോ അത്രയും ഫ്ലക്സ് തന്നെ ഏതിൽ കൂടിയും കടന്നു പോകുന്നുണ്ട്, ഓരോ ഫേസിൽ കൂടിയും കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ദ അപ്പർ ഫേസ്. ഇങ്ങനെ ഒരു ഫേസ് കൺസിഡർ ചെയ്യുക. 1 മിനിറ്റ്. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, ഒരു ക്യൂബിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവണമല്ലോ. സോ ദിസ് ഈസ് ദ അപ്പർ ഫേസ്. താഴത്തെ കൂടി ഇപ്പോൾ കടന്നു പോകുന്ന അത്രയും ഫ്ലക്സ് തന്നെ മുകളിൽ കൂടിയും കടന്നു പോകും. എന്താ കാരണം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്മട്രിക്കാണ്, എക്സാക്ട്ലി സിമ്മട്രിക്കാണ്. താഴത്തെ ഏരിയ എത്രയാണ്? താഴത്തെ ഏരിയ എസ് ആണെങ്കിൽ അത്രയും തന്നെ ഏരിയ മുകളിലുണ്ട്. താഴെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ എക്സാക്ട്ലി അതേപോലത്തെ ഡിസ്ട്രിബ്യൂഷനാണ് മുകളിലും, അല്ലേ? ഇവിടുന്ന് 10 മില്ലി കൂളത്തിൽ നിന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് തന്നെയാണല്ലോ മുകളിലും. അപ്പോൾ താഴെ ഇലക്ട്രിക് ഫീൽഡ് ഓരോ പോയിന്റിലും ഉള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ, അല്ല ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ല ഇവിടെ ഉള്ളത്, എങ്കിലും താഴെ എങ്ങനെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടിരിക്കുന്നത് എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് മുകളിലും ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നത്. അപ്പോൾ താഴത്തെ അതേപോലെ തന്നെയാണ് മുകളിൽ, താഴത്തെ അതേ ഫീച്ചർ തന്നെയാണ് മുകളിലും. ഇലക്ട്രിക് ഫീൽഡ് സെയിം, സർഫസ് ഏരിയ സെയിം, എല്ലാം സെയിം ആയതുകൊണ്ട് താഴെ കൂടി പാസ് ചെയ്യുന്ന അത്രയും ഫ്ലക്സ് തന്നെ മുകളിലും വരും. അപ്പോൾ താഴെ 5 ആണെങ്കിൽ മുകളിൽ കൂടിയും 5 തന്നെ പാസ് ചെയ്തിരിക്കും. ഇനി ഇതേപോലെ ബാക്കിയുള്ള ഫേസിലും സെയിം സിറ്റുവേഷൻ തന്നെ. ഇപ്പോൾ ഈ സൈഡിലുള്ള ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇതേപോലെ തന്നെയാണ്. കാരണം ഏരിയ സെയിമാണ്. താഴത്തെ ഏരിയ എത്രയാണോ അത്രയും ഏരിയ തന്നെ ഈ ഫേസിനുണ്ട്. ഈ താഴത്തെ ഏരിയ എത്രയുണ്ടോ അത്രയും തന്നെ ഏരിയ ഇവിടെയുണ്ട്. താഴെ എങ്ങനെയൊക്കെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്. സിമ്മട്രിക്കാണ്. അതായത് ഇവിടുന്ന് താഴത്തെ ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്, അല്ല ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് തന്നെ ഇവിടെയുണ്ട്. സിമ്മട്രിക് തന്നെയാണ്. താഴത്തെ ഏരിയ തന്നെയാണ് ഇവിടുത്തെ ഏരിയ. ഈ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ താഴെ കൂടി എത്ര ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട് അത്രയും തന്നെ ഫ്ലക്സ് ഏതിൽ കൂടി കടന്നു പോകും, ഈ സർഫസിൽ കൂടി കടന്നു പോകും. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ താഴെ സിമ്മട്രിക്കാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെയിമാണ്. എങ്ങനെയാണോ അര വരയ്ക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും വരും. ഡിസ്റ്റൻസും സെയിമാണ്, ഏരിയയും സെയിമാണ്, എല്ലാം സെയിമാണ്. അപ്പോൾ താഴത്തെ ഫ്ലക്സ് തന്നെയാണ് ബാക്കിയുള്ള ഫേസിലും വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയുള്ള ഫേസുകളിലും വരുന്നത്. 5 ഇപ്പോൾ ഇവിടെയും 5 അപ്പുറത്തും 5. അപ്പോൾ താഴത്തെ ഫേസിലുള്ള ഫ്ലക്സ് 5 ആണെങ്കിൽ ബോട്ടം ഫേസ് മനസ്സിലായില്ല. ഇവിടെ സ്റ്റെപ്പ് എഴുതാണെങ്കിൽ ഫ്ലക്സ് ത്രൂ ദ ബോട്ടം ഫേസ്, അതാണല്ലോ ക്വസ്റ്റ്യൻ. ഫ്ലക്സ് ത്രൂ ദ ബോട്ടം ഫേസ് 5 ആണെന്ന് അസ്യൂം ചെയ്യുക. 5 എന്ന് എഴുതി കൺഫ്യൂഷൻ ആക്കണില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ഓൾ ഫേസസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് എക്സെട്ര. എല്ലാം പുറത്തോട്ടാണ് ഫ്ലക്സ്. 6 വരും. 6 5 6 ടൈംസ് ആഡ് ചെയ്യണം. ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് ശ്രദ്ധിച്ചിരിക്കുക. ടോട്ടൽ ഫ്ലക്സ് 6 ആണ്. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ് ആയാലും ഇപ്പോൾ ഇത് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായി? ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ് ഓഫ് എ ക്യൂബ്. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ ക്യൂബ്. 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ ക്യൂബ്. ചാർജ് ഇൻസൈഡ് ദ ക്യൂബ് 10 മില്ലി കൂളമാണ്. 10 മില്ലി കൂളം. മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ എന്ന് വരും. ഓക്കെ, സോ 6 ഈക്വൽ ടു ദിസ്. അപ്പോൾ 5 എന്ത് വരും? 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോട്ടെ. 6 റൈറ്റ് സൈഡിലെത്തുമ്പോൾ 1/6 ആവും.
പിന്നെ 1/ε0. ε0ൻ്റെ വാല്യൂ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളത് ബൈ ഹാർട്ട് ആക്കണം എന്നാണ്. ε0ൻ്റെ വാല്യൂ കോൺസ്റ്റൻസ് എല്ലാം എക്സാമിൻ്റെ പേപ്പറിൽ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളത് ബൈ ഹാർട്ട് ആക്കി വെച്ചോ. ε0ൻ്റെ വാല്യൂ 8.85 × 10⁻². ആൻഡ് ഇവിടെ ഒരു 10 × 10⁻³ വന്നിട്ടുണ്ട്. അതിൽ ആ 10നെ നമുക്ക് 10⁻1 ആക്കാൻ വേണമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഇനി ഇരുന്നോട്ടെ, നോ പ്രോബ്ലം. കാൽക്കുലേഷൻ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. കാൽക്കുലേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇതിൻ്റെ വാല്യൂ ഞാൻ എഴുതി വെക്കാം. ചെയ്തു വരുമ്പോൾ ആ നമ്പറുകളെല്ലാം ചെയ്തു വരുമ്പോൾ 0.18 ഇൻറ്റു 10⁻³ മുകളിലുണ്ട്. ഞാൻ ഈ 10 ആയിട്ട് കമ്പൈൻ ചെയ്തില്ല. 10⁻³ മുകളിലുണ്ട്, 10⁻12 താഴെയുണ്ട്. ബാക്കിയുള്ള മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ചെയ്തപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ കൂടാതെ ഒരു 10⁻³ വേറെ ഉണ്ട്. ഇത് 0.18 ഇൻറ്റു 10⁻². ഇങ്ങനെ വരുമ്പോൾ പവർ തമ്മിൽ മൈനസാണ് ചെയ്യുക. -3 -12 എന്ന് വരും. 0.18 ഇൻറ്റു 10⁻², ഇത് എത്ര? 12 - 3 9 Nm²/കൂളം. ഇതാണ് ആൻസർ. Nm²/കൂളമാണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ആണ്. നമ്മൾ ഗോസസ് ലോ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. അതുകൊണ്ട് എന്തെങ്കിലും വല്ല പ്രയോജനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ഫോർമുലാസുകൾ ഡിറൈവ് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് വി ക്യാൻ ഡിറൈവ് certain ഫോർമുല. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കുറേ ഫോർമുലാസുകൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും യൂസിങ് ഗോസസ് ലോ. ഇപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഇതിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഡെറിവേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ള, വളരെ ലോങ് ആണ്, കിലോമീറ്ററോളം ലെങ്ത്തുള്ള ഒരു വയറാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. വെരി ലോങ് സ്ട്രെയിറ്റ് വയർ, സ്ട്രെയിറ്റ് ആണ്, ലോങ് സ്ട്രെയിറ്റ് വയർ കണ്ടെയ്നിങ് ചാർജ്. നമ്മളിതിന് ചാർജ് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ ചാർജ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് അതിനകത്ത് യൂണിഫോമായിട്ട് സ്പ്രെഡ് ആവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഇവിടെ മാത്രം നിൽക്കുമോ? ഒരു കണ്ടക്ടർ അല്ലേ ഇത്? കണ്ടക്ടറാണ്. ഞാൻ ഏതെങ്കിലും ഒരു എൻഡിൽ ചാർജ് കൊടുത്താൽ ആ ചാർജ് എല്ലായിടത്തും യൂണിഫോമായിട്ട് സ്പ്രെഡ് ആവും. ചാർജ് വിൽ ബി സ്പ്രെഡ് യൂണിഫോംലി, എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ആകെ ചാർജ് നമുക്ക് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ടെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. എന്താണ്? അതായത് സേ ഫോർ എക്സാമ്പിൾ ഇത്രയും ഭാഗം, ഒരു യൂണിറ്റ് ലെങ്ത്ത്, ഒരു മീറ്റർ, ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ തരും. നമുക്ക് എന്താണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെ, ഇവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെ എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അതാണ് എനിക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. We have a straight conductor. We have a straight charged conductor. Straight charged conductor. Very long ആണ്. നമുക്ക് അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്കറിയാം. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്ത് നമുക്കത് തന്നിട്ടുണ്ട്. ലാംഡയാണ് നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. ലാംഡ കൂളം പെർ മീറ്റർ. ലാംഡ കൂളം പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിൽ ലാംഡ ചാർജ് ഇട്ട് നമുക്കത് തന്നിട്ടുണ്ട്. ലാംഡേനെ നമ്മളൊരു പേര് പറയും, ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ട് അത് നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഗിവൺ ടു അസ്. നമുക്ക് എന്താ കാണേണ്ടത്? ഈ വയറിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെ എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് അപ്പോൾ ലാംഡ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്.
ഓക്കെ, ഞാനിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് വായിച്ചേക്കട്ടെ. സോ അവർ ഒബ്ജക്റ്റീവ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r മീറ്റർ. അതായത് ഇവിടെ ഒരു 1 കൂളം ചാർജ് ഉണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, അതാണ് എനിക്ക് അറിയേണ്ടത്. ഇവിടെ ഒരു 1 കൂളം ചാർജ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ഫോഴ്സ് ഉണ്ടാവും. നമുക്കിത് ഡിറൈവ് ചെയ്യാനായിട്ട് ഗോസസിലാണ് ഉപയോഗിക്കുന്നത്. ഈ പോയിൻ്റ് ഉൾപ്പെടുന്ന രീതിയിൽ ഞാനൊരു സർഫസ് ഉണ്ടാക്കാൻ പോവാണ്. ഈ പോയിൻ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്തുണ്ടാക്കാൻ പോകുന്നു, ഒരു സർഫസ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിലിണ്ടറാണ്. ഒരു ഗോസസ് ലോ ഉപയോഗിക്കണമെങ്കിൽ എനിക്കൊരു ക്ലോസ്ഡ് സർഫസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു സിലിണ്ടർ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്, വെരി ലോങ് സിലിണ്ടർ. വെരി ലോങ് ആയിരിക്കും, അല്ലെങ്കിൽ വെരി ലോങ് ആവണമെന്നില്ല, വാട്ടെവർ. ഒരു സിലിണ്ടർ ഉണ്ടാക്കാൻ പോവാണ്. ഇമാജിൻ ചെയ്യുക, കൺസിഡർ, ഇമാജിൻ എ സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, സിലിണ്ടർ. അപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടർ ഇമാജിൻ ചെയ്യുക. നമുക്ക് വേണ്ട പോയിൻ്റ് കൂടി പാസ് ചെയ്ത് പോകുന്ന സിലിണ്ടർ വേണം നമ്മൾ ഇമാജിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയില്ല, ഞാൻ അസ്യൂം ചെയ്യാം. ഈ ലൈൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അറിയാമല്ലോ, ഇങ്ങനെ വരുള്ളൂ. ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചാൽ ഇയാൾ ഇതിനെ റിപ്പൽ ചെയ്യുക. അല്ല, ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചാൽ ഈ കാണുന്ന എല്ലാവരും കൂടിയും ഇതിനെങ്ങനെ റിപ്പൽ ചെയ്യും റൈറ്റ് സൈഡിലോട്ട്. അപ്പോൾ എവിടെ വെച്ചാലും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒരുപോലെ തന്നെയാണ് ടുവേർഡ്സ് റൈറ്റ്. ഒരുപാട് ആരോസ് ഒന്നും വരയ്ക്കില്ല കേട്ടോ. എല്ലാ പോയിന്റിലും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. ഒരേ അകലത്തിലാണല്ലോ, ഒരേ അകലത്തിലാവുമ്പോൾ ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. അതുപോലെ ഈ പ്ലസ് എല്ലാം ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, ലെഫ്റ്റിലോട്ടാണ്. ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചാൽ ഇവരെല്ലാവരും കൂടിയും റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, യൂണിഫോമാണ്. എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡെല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ എത്തുമ്പോഴും ഇങ്ങനെ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇങ്ങനെയാണ് പോകുന്നത്. പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുമ്പോൾ ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്, അങ്ങനെയാണല്ലോ മൂവ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറയണില്ല, ഡയറക്ഷൻ മാത്രം വെറുതെ കാണിച്ചെന്ന് മാത്രം. ഓക്കെ, so I am going to use Gauss's law. The electric field is perpendicular to the surface. നമ്മൾ ഏത് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എടുത്താലും ശരി, അവിടുത്തെ സർഫസിന് നോർമലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇവിടെയുള്ള സർഫസിന് കണ്ടില്ലേ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത്, കാണുന്നുണ്ടോ? നമ്മൾ എവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് എടുത്താലും അവിടെയുള്ള സർഫസിന് നോർമലായിട്ടാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നോക്കുമ്പോൾ അവിടെയുള്ള ചെറിയൊരു ഏരിയയുടെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഏരിയയുടെ ഡയറക്ഷൻ നോർമലായിട്ട് എടുക്കുള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്ന സ്ഥലത്ത് ചെറിയൊരു ഏരിയ ഉണ്ടല്ലോ, ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാ, ഏരിയയുടെ ഡയറക്ഷൻ നോർമലായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇവിടെയുള്ള ഏരിയ എസ്സിൻ്റെ ഇവിടുത്തെ ഏരിയയുടെ ഡയറക്ഷനാണ് ഞാൻ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. വെറുതെ എസ് എന്നെങ്ങാനും പേര് കൊടുക്കുക. നമ്മൾ എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണോ കൺസിഡർ ചെയ്യുന്നത് അവിടെയുള്ള ഏരിയ നോർമലായിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടുത്തെ ചെറിയൊരു ഏരിയ ഉണ്ടല്ലോ, അവിടെയുള്ള ഏരിയയുടെ ഡയറക്ഷൻ നോർമലായിട്ട് വരച്ചു. അപ്പോൾ നമ്മൾ ഏത് പോയിൻ്റ് എടുത്താലും ശരി അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഏരിയ നോർമലായിട്ട് എടുക്കുള്ളൂ. ഏരിയയുടെ ഡയറക്ഷൻ നോർമൽ ടു ദ സർഫസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇഫ് യു ടേക്ക് എനി പോയിൻറ്റ് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എസ് 0 ആണ്. അത് പറയാൻ വേണ്ടി എടുത്തതാണ്. ഇഫ് യു ടേക്ക് എനി പോയിൻറ്റ് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എസ് 0 ആണ്. ഇ ആൻഡ് എസ് 0 ആണ്. ഈ ഫിക്സഡ് ആണ് കേട്ടോ. അപ്പോൾ തീറ്റ 0 ആണ്. ഇവിടെ അതേ സിറ്റുവേഷൻ തന്നെയാണ്. ഏരിയ നമ്മൾ വരയ്ക്കുന്നത് നോർമൽ ടു ദ സർഫസ് ആണ്. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും അവിടെ ഏരിയയുടെ ഡയറക്ഷൻ അവിടെ വരച്ച ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടാണ് എസ്സും പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും തീറ്റ 0 ആണ്.
പിന്നെ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സർഫസുകളായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ഈ സിലിണ്ടറിക്കൽ സർഫസിനെ 3 സർഫസായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതിന് നമുക്ക് കേർവ്ഡ് സർഫസ് എന്ന് പേര് വിളിക്കാം. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് നമുക്ക് എന്ത് പേര് വിളിക്കുക? ഈ സംഭവത്തിന് നമുക്ക് ഇത് മനസ്സിലായില്ലേ? ഇതെന്താണ്? കേർവ്ഡ് സർഫസ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സർഫസ് ഉണ്ട്. ഇങ്ങനത്തെ സർഫസിൽ കൂടി എത്ര ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട് നോക്കാം. ഇതിനെ നമ്മൾ പറയുന്നത് കേർവ്ഡ് സർഫസ് എന്നാണ്. ഈ കേർവ്ഡ് സർഫസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് ഞാൻ 5 എന്ന് പേര് കൊടുക്കാൻ പോവാണ്. 5 ഇവിടെ പേര് ഞാൻ ഇവിടെ സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് എഴുതിക്കോളാം. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ത്രൂ ദ കേർവ്ഡ് സർഫസ്. ഇനി വേറെ ഏതെങ്കിലും സർഫസ് ഉണ്ടോ? ക്ലോസ്ഡ് സർഫസ് ആണല്ലേ. ഇവിടെ മുകളിലത്തെ സർഫസ് നോക്കിയാൽ അതൊരു കേർവ്ഡ് സർഫസ് അല്ലേ? മുകളിലത്തെ ഇതൊരു കേർവ്ഡ് അല്ല, സോറി, ഇതൊരു സർഫസ് ആണല്ലോ അല്ലേ? നമ്മൾ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ കേർവ്ഡ് സർഫസ് മാത്രമല്ല, ഇത് ഇങ്ങനൊരു സർഫസ് ഉണ്ട്. അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയില്ല, പക്ഷേ ഇങ്ങനെ ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റാണ്. അറിയാമല്ലോ, ഈ പോസിറ്റീവ് ചാർജ് എല്ലാം റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റാണ്. പക്ഷെ അവിടെ ഏരിയയുടെ ഡയറക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെ പോകുന്നത്? ഏരിയയുടെ ഡയറക്ഷൻ എടുക്കുമ്പോൾ നോർമലായിട്ടാണ്. ഏത് പോയിന്റ് എടുത്താലും അവിടെ ഉള്ള എസിൻ്റെ ഡയറക്ഷൻ നോർമലായിട്ടാണ് വരുന്നത്. എസ് ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ടും അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടും ഏരിയ മുകളിലോട്ടായതുകൊണ്ട് ഇവിടെ തീറ്റ 90 ആണ്. ഇവിടെ എന്താണ്? തീറ്റ 90 ആണ്. അപ്പർ ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാൻജൻഷ്യലായിട്ട് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഉണ്ട്. പക്ഷേ ഏരിയയുടെ ഡയറക്ഷൻ കൂടി നോക്കണമല്ലോ. ഏരിയ നോർമലായിട്ടാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയ്ക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ അവിടുത്തെ ഫ്ലക്സ് 0 ആണ്. നമുക്ക് അതിനെ φ2 എന്ന് പേര് വിളിക്കുക. ഇവിടെ ഫിഗറിൽ തന്നെ എഴുതിയാൽ മതിയല്ലോ. എന്തുകൊണ്ട് φ2 0 ആയി? φ2 0 ആവാനുള്ള കാരണം ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ES cos θ ആണ്. ഇയും എസും എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ടവർ വേരിയബിൾ ആയാലും സാരില്ല. ഈ തീറ്റ 90 ഡിഗ്രിയാണ്. അതോ ഈ തീറ്റ 90 ആവുമ്പോൾ വാട്ടർ മേ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് E ആൻഡ് S. തീറ്റ 90 ആവുമ്പോൾ ഫ്ലക്സ് 0 ആണ്. കാരണം cos 90 0 ആണല്ലോ. cos 90 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എസ് മുകളിലോട്ടാണെന്നറിയാം. അപ്പോൾ തീറ്റ 90 ആവുമ്പോൾ ഏത് സർഫസ് ആയിക്കോട്ടെ, തീറ്റ 90 ആണോ ഫ്ലക്സ് 0 ആണ്. അപ്പോൾ എന്താണ് φ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുകളിലത്തെ ഫേസ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്നാലും എക്സാമിന് സ്റ്റെപ്പൊക്കെ എഴുതേണ്ടി വരും. φ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ത്രൂ ദ അപ്പർ ഫേസ്. എക്സാമിന് സ്റ്റെപ്പ് നിർബന്ധമാണ്, ഡെറിവേഷൻ അല്ലേ. ഫ്ലക്സ് ത്രൂ ദ അപ്പർ ഫേസ് അതായത് സർക്കിളാണ്, അത് 0 ആണ്. എന്തുകൊണ്ട് 0 ആയി? തീറ്റ 90 എന്ന് എഴുതിയാൽ മതി. എക്സാമിന് ഡെറിവേഷൻ ചോദിക്കുമ്പോൾ അത്യാവശ്യം സ്റ്റെപ്പ് ഉണ്ടാവണേ. ഇതേപോലെ തന്നെയാണ് ബോട്ടം ഫേസും വരുന്നത്. സെയിം സിറ്റുവേഷൻ ഫോർ ദ ബോട്ടം ഫേസ്. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇത് ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ എല്ലാ ഫേസും നോക്കണമല്ലോ, അല്ലാതെ കേർവ്ഡ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എയ്തർ റൈറ്റ്, ഈ പോസിറ്റീവ് ചാർജിൻ്റെ റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി എയ്തർ റൈറ്റ് ഓർ ലെഫ്റ്റ്. പക്ഷെ നമ്മൾ സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എടുക്കുമ്പോഴോ നോർമലായിട്ടാണല്ലോ നമ്മൾ സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എടുക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അവിടെയും തീറ്റ 90 വരുന്നുണ്ട്. ഇവിടെയും ഇലക്ട്രിക് ഫീൽഡിനും എസിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. തീറ്റ 90 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലക്സ് 0 ആണ്. സോ φ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ത്രൂ ദ ബോട്ടം ഫേസ്. അതും 0 ആണ്. എന്തുകൊണ്ടാണ്? തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ടാണ്. എല്ലാം ഫിഗറി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സോ ദ ടോട്ടൽ ഫ്ലക്സ് കാണാൻ പോവാണ്. ഗോസസ് ലോ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ദ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഓരോ ഫേസിൽ കൂടിയും കടന്നു പോകുന്ന ഫ്ലക്സുകളെല്ലാം ആഡ് ചെയ്യുക. φ1 തീറ്റ 90 അല്ല. φ1ൻ്റെ കേസിൽ തീറ്റ 90 അല്ല,
അപ്പോൾ കേർവ്ഡ് സർഫസിൽ കൂടി എത്രയോ ഫ്ലക്സ് ഉണ്ട്. കേർവ്ഡ് സർഫസിൽ കൂടി ഫ്ലക്സ് ഉണ്ട്. φ2 φ3 0 ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ത്രൂ ദ കേർവ്ഡ് സർഫസ് മാത്രമേ അല്ലേ. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ത്രൂ ദ കേർവ്ഡ് സർഫസ്. ഫ്ലക്സ് ത്രൂ ദ കേർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ES cos theta, can we use the formula ES cos theta? ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ES cos theta ആണ്. Can we use it? Yes. ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഈ യൂണിഫോം ആയിരിക്കണം. റിമെമ്പർ, ES cos theta എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ എല്ലാ പോയിന്റിലും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കണം. ഈ തീറ്റ മാറാനും പാടില്ല. ഈ എല്ലായിടത്തും ഒരേ ആയിരിക്കണം. തീറ്റ മാറാനും പാടില്ല. യെസ്, ഇത് സിമെട്രിക് അല്ലേ. ഇത് വളരെ ലോങ് ആണ്, വളരെ ലോങ് വയറാണ്. അപ്പോൾ ഇവിടെയുള്ള റിപ്പൾസീവ് ഫോഴ്സ് തന്നെയായിരിക്കണം ഇവിടെയുള്ളത്. അത് തന്നെയാണ് ഇവിടെയുള്ളത്. എല്ലാം ഒരുപോലെയാണ് അല്ല. ലെഫ്റ്റ് സൈഡിലായാലും അറിയാം, റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് തന്നെയായിരിക്കുമല്ലോ ലെഫ്റ്റ് സൈഡിലും വരാം. ഒരേ ഡിസ്റ്റൻസ് ആകുമ്പോഴാണല്ലോ. അപ്പോൾ എല്ലായിടത്തും ഈ കേർവ്ഡ് സർഫസിലുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും 0 ഡിഗ്രി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ES cos theta നേരിട്ട് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് വെറുതെ d5 എന്ന് കാണും. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട. d5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ ഫ്ലക്സുകളും ആഡ് ചെയ്തിട്ട് കിട്ടുന്നു എന്ന് കാണിക്കാനാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കണ്ടെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ വേണമെങ്കിൽ ഡെറിവേഷന് വേണ്ടി അത് വേണമെങ്കിൽ വെറുതെ ചുമ്മാ എഴുതി വെച്ചേര്. E/ds cos theta എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. അല്ലെങ്കിൽ E.ds എന്ന് വെറുതെ എഴുതി വെക്കാം. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ എഴുതാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞതാണ്. ഓക്കെ, ഇത് അവിടെ ഇരിക്കട്ടെ, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ചിന്തിക്കുക. സർഫസിലുള്ള ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണോ? അതെ. തീറ്റ സെയിം ആണോ? 0 0 0. യെസ്, നേരെ ഇത് ഉപയോഗിച്ചോ. ES cos theta. ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചതാണ്. സോറി ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ചാർജ് അല്ല അല്ലേ. പോയിന്റ് ചാർജ് അല്ല. ശരി. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അല്ലേ നമുക്ക് വേണ്ടത്. നമുക്കറിയില്ല. യെസ്, ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പോയിന്റ് ചാർജ് അല്ലല്ലോ. ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമുക്കറിയില്ല. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേർവ്ഡ് സർഫസ് ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് കാണുന്നത്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർവ്ഡ് സർഫസ് ഏരിയ. നമുക്കിതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടില്ല. നമുക്ക് തൽക്കാലം അസ്യൂം ചെയ്യാം. ഈ സിലിണ്ടറിന് ഒരു ഹൈറ്റ് കാണുമല്ലോ. ഈ സിലിണ്ടറിന് ഹൈറ്റ് നമുക്ക് തൽക്കാലം അസ്യൂം ചെയ്യാം. ഹൈറ്റ് L എന്നോ H എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് H ആയിട്ട് തൽക്കാലം ഇമാജിൻ ചെയ്യും. ദ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ഈ സംഭവമില്ലേ, ഈ കാണിച്ചിരിക്കുന്നില്ലേ, കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ 2πRh ആണ്. അങ്ങനെ ഒരു ചെറിയ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. 2πRh ആണ്. R എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ്. R എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ റേഡിയസ്. H എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഹൈറ്റ്. ഞാൻ അസ്യൂം ചെയ്തിരിക്കുക ഹൈറ്റ് H. കോസ് തീറ്റയിൽ ആ തീറ്റ 0 ആയതുകൊണ്ട് കോസ് 0 വരും. തീറ്റ എവറി പോയിന്റ് തീറ്റ 0. കോസ് 0 1 ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എത്ര കിട്ടി? ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു E/2πRh. ഇതാണ് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടർ. ഈ സിലിണ്ടറിൽ കൂടി കടന്നു പോകുന്ന ആകെ ഫ്ലക്സ് ആണ് E/2πRh. ഗോസ്സ് ലോ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടർ ഈക്വൽ ടു 1/ε0 ടൈംസ്. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ സിലിണ്ടർ. ഇതെന്താ സംഭവം? ദിസ് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടർ ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ സിലിണ്ടർ. ഈ സിലിണ്ടറിനുള്ളിലുള്ള ചാർജ് ഏതാണെന്ന് അറിയാമോ? ഈ സിലിണ്ടറിനുള്ളിലുള്ള ചാർജ് ഞാൻ കാണിച്ചു തരാം. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന സംഭവം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഈ സിലിണ്ടറിനുള്ളിലുള്ള ചാർജ്.
ഇതിന് പുറത്തോട്ട് പോകുന്ന പോർഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ പുറത്തോട്ടും ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി ലോങ്. പക്ഷേ ഗോസസ് ലോ പ്രകാരം ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സെഗ്മെൻറ്റിൽ എത്ര ചാർജ് ഉണ്ട്, അതാണ് ഈ സിലിണ്ടറിനുള്ളിലുള്ള ചാർജ്. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷനിൽ എത്ര ചാർജ് ഉണ്ട്. നമുക്കറിയാം 1 മീറ്ററിൽ ലാംഡ ചാർജാണുള്ളത്, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മീറ്ററിൽ ലാംഡ ചാർജ് ഉണ്ടെങ്കിൽ എച്ച് മീറ്ററിൽ എത്ര ചാർജ് ഉണ്ടാവും? സിമ്പിളല്ലേ. 1 മീറ്ററിൽ ലാംഡ ചാർജ് ഉണ്ടെങ്കിൽ എച്ച് മീറ്ററിൽ ലാംഡ എച്ച് ചാർജ് ഉണ്ടാവും. മനസ്സിലായി വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. 1 മീറ്ററിൽ ലാംഡ ചാർജ് ഉണ്ട്, നമുക്കത് തന്നിട്ടുണ്ട്. ലാംഡ ഈസ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. 1 മീറ്ററിൽ ലാംഡ ചാർജ് ഉണ്ടെങ്കിൽ എച്ച് മീറ്ററിൽ എത്ര ചാർജ് ഉണ്ടാവും? ലാംഡ ഇൻറ്റു എച്ച് ചാർജ് ഉണ്ടാവും. സോ ഐ ഗോട്ട് ഇ ഇൻറ്റു 2πr/h ഈക്വൽ ടു ലാംഡ എച്ച് ബൈ എപ്സിലോൺ 0. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ രണ്ട് സൈഡിലും ഈ എച്ച് അങ്ങോട്ട് വെട്ടിക്കളയാലോ. രണ്ട് സൈഡിൽ എച്ച് വെട്ടിപ്പോവും. ഇ അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഹെഡിങ് ഒന്ന് നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഈ മാത്രം അവിടെ നിർത്താം. ഈ 2πr എന്ന് പറഞ്ഞ ടേം റൈറ്റ് സൈഡിലോട്ട് പോട്ടെ. 2πr എന്ന് പറഞ്ഞ ടേം റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 1/2πr, പിന്നെ ഒരു ലാംഡ ബൈ എപ്സിലോൺ 0 കൂടി ഉണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇത് ബൈ ഹാർട്ട് ആക്കാനുള്ളതാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉള്ളതാ. ഓർഡറൊക്കെ ഒന്ന് മാറ്റി എഴുതാം. ലാംഡ ബൈ 2π എപ്സിലോൺ 0r ഇത് ബൈ ഹാർട്ട് ആക്കേണ്ട റിസൾട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഡിറൈവ് ചെയ്തതെന്ന് മനസ്സിലായോ? ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ ഉണ്ട്, അവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെ. ക്ലിയർ ആയല്ലോ? ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ ഉണ്ട്, അവിടുന്ന് 6 ഡിസ്റ്റൻസ്. ഫിഗർ വെറുതെ ചെറുതാക്കി വരച്ച് കാണിച്ചു തരാം. ഇൻഫിനിറ്റ്ലി ലോങ് വയർ വിത്ത് ലാംഡ ഈസ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. അവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെ വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുലയാണ് ഞാൻ ഈ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. ഞാനത് എങ്ങനെ ഡിറൈവ് ചെയ്തത്? യൂസിങ് ഗോസസ് ലോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. an infinite line charge. ഇൻഫിനിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറാണ്. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ produces a field 9 × 10⁴ Newton per coulomb at a distance of 2 cm. Calculate the linear charge density. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വയർ ഉണ്ട്. ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വയർ ചാർജ് യൂണിഫോം ആയിട്ടാണ് അതിൽ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ് ക്വസ്റ്റ്യൻ. 1 മീറ്ററിനകത്ത് എത്ര ചാർജ് ഉണ്ടാവും? നമ്മളെന്തോ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്തിട്ടുണ്ട്. എത്ര 2 സെൻറ്റിമീറ്റർ അല്ലേ? R = 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ എന്തോ ഡിവൈസ് വെച്ചിട്ട് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റി. ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ആസ് 9 × 10⁴ Newton per coulomb. 2 സെൻറ്റിമീറ്റർ അകലെ ഉള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അറിയാം. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. വെറും ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ഇവിടെ ലാംഡ കാണാനുള്ള ഫോർമുല അല്ല, ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല അറിയാം. നമ്മളത് ഡിറൈവ് ചെയ്തതാണ്. ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല ലാംഡ ബൈ 2π എപ്സിലോൺ 0r. ഇത് മറന്നു പോകാൻ പാടില്ല ഫോർമുല. ഓക്കെ, ലാംഡയാണ് ക്വസ്റ്റ്യൻ. ഞാനിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഞാനിത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. E × 2π എപ്സിലോൺ 0r എന്ന് വരും. ദാറ്റ് ഈസ് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 10⁴. E എന്ന് പറഞ്ഞാൽ 9 × 10⁴. 2 × π എന്ന് പറഞ്ഞാൽ 3.14. 2 × 3.14 × എപ്സിലോൺ 0 പേപ്പറിലുണ്ടാവും, എങ്കിലും ബൈ ഹാർട്ടാക്കി വെക്കണം, കാരണം അത് എപ്പോഴും വരുന്നതാണ്. 8.85 × 10⁻². R എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ. അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മറന്നു പോവില്ല കേട്ടോ. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ
സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ മറന്നു പോകരുത് 10⁻². മില്ലിമീറ്റർ, ഈ കൺവേർഷൻ എപ്പോഴും ആവശ്യം വരെ. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 10⁻³ ആണ്. ഇത് കാര്യം എപ്പോഴും ആവശ്യം വരുന്നതാണ്. സോ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടെ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 2 18 അല്ലേ? ജസ്റ്റ് മിനിറ്റ്. 18 × 3.14 × 8.85 3.14 × 8.85 × 2,000. നല്ല നമ്പറാണ്. 1000 10³ എന്ന് എഴുതിയാലും കുഴപ്പമില്ല 1000-ന്. പിന്നെ ബാക്കിയുള്ള 10⁻² കൂടി എല്ലാവരും കൂടി എഴുതാം. ബാക്കിയുള്ള 10⁻² ഉണ്ടല്ലോ, മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ വരുമ്പോൾ 10ൻ്റെ പവർ എല്ലാം കൂടി ആഡ് ചെയ്യണം. 3 + 4 7 ആണ്. 7 - 12 -5 ആണ്. -5 - 2 -7 ആണ്. 7 - 12 -5 -7 ലാംഡ ലീനിയർ ചാർജ് ഡെൻസിറ്റി കൂളം പെർ മീറ്റർ. 1 മീറ്ററിൽ ഇത്രയും ചാർജ് ഉണ്ട്.